ഹായ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഹാങ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സ്പീഡ് കുറവായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? എന്നാൽ 2 സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്തിടാൻ ശ്രമിക്കുക. ഏതാണ് ആ സെറ്റിങ്സുകൾ എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണ് ഈ സെറ്റിങ്സ് ഓഫ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്സസിബിലിറ്റി, ഈ ഒരു ഓപ്ഷൻ. ഇതിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ വിഷൻ എൻഹാൻസ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനുകളൊക്കെ സാംസങ്ങിലാണ് ഉള്ളത്. നിങ്ങളുടെ മൊബൈലിൽ ഇത് ഷോർട്ട് കട്ടായിട്ട് കണ്ടെത്താനുള്ള ഒരു ഐഡിയയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ മൊബൈൽ ഏതുമാകട്ടെ അതിലും നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ആക്സസിബിലിറ്റിയിൽ വിഷൻ എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് താഴേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് ആനിമേഷൻസ് എന്ന ഭാഗത്ത് ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ മൊബൈലിൽ ആനിമേഷൻസിൻ്റെ ആവശ്യം സാധാരണഗതിയിൽ വേണ്ട. കാരണം ഇങ്ങനെയുള്ള ആനിമേഷൻസുകളാണ് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീരാൻ കാരണമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് പെട്ടെന്ന് കുറയുന്നതും ഹാങ് ആകുന്നതും ഇങ്ങനെയുള്ള ആനിമേഷൻസുകൾ നമ്മൾ ഓണിൽ വെക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതേ ആനിമേഷൻസിൻ്റെ മറ്റൊരു സെറ്റിങ്സും കൂടിയുണ്ട്. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഇപ്പോൾ സെറ്റിങ്സിലാണ് ഞാനുള്ളത്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ അല്ല എങ്കിൽ എബൌട്ട് ഫോൺ എന്ന് തൊട്ട് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കേണൽ വേർഷൻ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്ന 2 ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനിൽ ഞാനിപ്പോൾ ബിൽഡ് നമ്പർ എന്ന ഈ ഒരു ഭാഗത്താണ് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നത്. ഇങ്ങനെ 7 7-ലധികമോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഏറ്റവും താഴെയാണ് ഡെവലപ്പർ ഓപ്ഷൻ ഉള്ളത്, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട്, സെറ്റിങ്സിൻ്റെ സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എത്തിച്ചേരാൻ സാധിക്കും. ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം എവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ അത് ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആനിമേഷൻസിൻ്റെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. കുറച്ച് താഴേക്ക് നമുക്ക് വരാം. ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നും ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നും ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നും 3 ആനിമേഷൻ്റെ ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നോക്കുക. ഇൻബിൽട്ടായിട്ട് ആനിമേഷൻ സ്കെയിൽ എന്നത് 1.5-ലായിരിക്കും ഉണ്ടാകുക. അതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ 1.5. അതിൽ നിന്നും മുകളിലുള്ള 0.5-ലേക്കോ അല്ലെങ്കിൽ ഓഫിലേക്കോ മാറ്റി കൊടുക്കുക. ഓഫിലേക്കാകുമ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടുതലാകും. പക്ഷേ ഓഫിലിടണ്ട, നിങ്ങൾ 0.5-ലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 0.5-ലേക്ക് മാറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കത് തുറന്നു കഴിഞ്ഞാൽ 0.5-ലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ 3 ഓപ്ഷനുകളും, അതായത് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലും 0.5-ലേക്ക് മാറ്റി കൊടുക്കുക, ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിലും 0.5-ലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മൊബൈലൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മൊബൈലിൽ ബാറ്ററി പെട്ടെന്ന് കുറയുന്നതും ഒരു പരിഹാരമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ സ്പീഡ് കുറയുന്നതിനും ഒരു പരിഹാരമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഹാങ് ആകുന്നതിനും ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കാനാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള നല്ല നല്ല അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.